ഗായ്സ്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും മോളെ ഏട്ടനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അവർ നല്ല ഉറക്കമാണ് ഗായ്സ്. ഇന്നലെ ചെറിയ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടാവും കിടന്നുറങ്ങാൻ. അങ്ങനെ പിന്നെ ഞാൻ അവരെയൊക്കെ വിളിച്ച് എണീച്ച് പാറൂസിനൊക്കെ കുളിപ്പിച്ച് അപ്പോൾ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങാണ്. റെഡിയാവുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ പാറൂസിന് അത്ര നല്ല മൂഡല്ലായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. അധികം വീഡിയോസൊന്നും രാവിലത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല, പാറൂസിൻ്റെ മൂഡ് അത്ര ശരിയല്ലായിരുന്നു. പാറൂസ് ഹായ് പറ, ഹായ് പറ. ഹായ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. ബാക്കി വീഡിയോസൊക്കെ അമ്പലത്തിൽ നിന്ന് എടുക്കാം. ഇതൊക്കെ ഞങ്ങൾ നടക്കാൻ വരുന്ന വഴിയാണ്. മഴ പെയ്തിട്ട് നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട്. അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ്, വീടിൻ്റെ അടുത്തുള്ള അമ്മേൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ്. ഒരു ഹായ് പറഞ്ഞതാണ് ഞാൻ. പിന്നെ ഇപ്പം എന്താ, എന്നാൽ ശരി ഗൈസ്, നമുക്ക് അമ്പലത്തിലെത്തിയിട്ട് കാണാം. ബൈക്കിൽ നിന്നൊക്കെ വീഡിയോ ഭയങ്കര ഷെയ്ക്കായിരിക്കും, അതുകൊണ്ട് പിന്നെ വലിയ ക്ലിയർ ഉണ്ടാവില്ല. പാറൂസിന് തണുത്തിട്ട് പാറൂസ് ഞങ്ങൾ രണ്ട വേണ്ടിയിൽ ഭയങ്കര സേഫായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് തണുപ്പ് ഇത്ര നേരത്തെ എണീക്കാനില്ലല്ലോ. എന്തായാലും പാറൂസ് എണീക്കാൻ ഒരു 8:30-9 മണിയാവും. നഴ്സറി പോകേണ്ടത് 10 മണിക്ക്, 10:30 ആകുമ്പോഴത്തേക്ക് നഴ്സറിയിൽ 10 മണിക്ക് എത്തണം. പക്ഷെ ഞങ്ങൾ ഡെയിലി ലേറ്റാണ്. പിന്നെ അതുകൊണ്ടാണ് പാറൂസ് രാവിലത്തെ എണീച്ചോ ഭയങ്കര തണുപ്പ്. എത്താനായില്ല കേട്ടോ. ശരികാവ് കൊല്ലാണ്ടി എത്തണം. ശരികാവിൽ എപ്പോൾ പോകുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത്. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഈ പാലത്തിൻ്റെ ഇതിലൂടെ അങ്ങനെ പോകുമ്പോൾ ഈ 2 സൈഡിലുള്ള പുഴയും കുറച്ച് ദൂരത്തോട്ട് നോക്കിയാൽ തന്നെ നല്ല ഭംഗിയാണ് കാഴ്ച. ഫുൾ കാടാണ് അങ്ങോട്ട് ദൂരോട്ട്. അത് ഭയങ്കര ഒരു രസമാണ്, എനിക്ക് ഇഷ്ടം. പിന്നെ ഈ മരം നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിഷാരികാവിലെത്തിയിട്ടുണ്ട്. ബാക്കി വീഡിയോസ് നമുക്ക് അവിടെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ ഉത്സവമാണ് തോന്നുന്നത്, നല്ല തിരക്കുണ്ട്. എന്തായാലും വീഡിയോസ് നമുക്ക് അവിടെ എത്തിയിട്ടെടുക്കാം. പിന്നെ ഞങ്ങൾ കുറച്ച് ശീവേലിയൊക്കെ കണ്ട് ഇതിലൂടെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് നടന്ന് പിന്നെ അവിടെ ചന്തയിലൊക്കെ ഒന്ന് പോയി. അവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു, ഇഷ്ടം പോലെ. അവിടുത്തെ ഉത്സവമാണല്ലോ, വലിയ അമ്പലം. കമ്മലുകൾ പറയണ്ട, പല തരത്തിലുള്ള കമ്മലുകളുണ്ടായിരുന്നു. പിന്നെ പാറൂസ് എന്തൊക്കെയോ പണ്ടത്തെ കുറച്ച് മിഠായികളൊക്കെ വാങ്ങി. അവിടുത്തെ കളിപ്പാട്ടങ്ങളൊന്നും വേണമെന്ന് പറഞ്ഞില്ല, കാരണം ഇവിടെ ഒരു ചാക്ക് നിറച്ച് കളിപ്പാട്ടങ്ങളുണ്ട്. അതൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് ഇതൊക്കെ കണ്ടു. ഒരുപാട് സൈസ് മിഠായികളുണ്ടായിരുന്നു. പിന്നെ ഞാനും മോളും കുറച്ച് അതിലൂടെയൊക്കെ നടന്നു. പാറൂസിന് ഇഷ്ടപ്പെട്ടു അമ്പലമൊക്കെ. ആൾക്കാർ നല്ല തിരക്കുണ്ടെങ്കിലും പിന്നെ തിരിച്ചു പോരാൻ നേരത്ത് പാറൂസ് അച്ചായനെ എടുക്ക് എന്നൊക്കെ പറഞ്ഞ് ഏട്ടന് മോളെ എടുത്ത്. പിന്നെ അവിടെയുള്ള ആ പുഴ തന്നെയല്ലേ, അതെ, പുഴയൊക്കെ കണ്ടു. അവിടെ പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് എന്തോ ഒരു ശില്പമുണ്ട്, അത് പിന്നെ ഫോക്കസ് ആയി കിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ നിന്നല്ല, കുറച്ചങ്ങോട്ട് പോകുന്നു. അവിടെ ഒന്നും ഭക്ഷണം കഴിക്കാൻ കയറാനേ ആവുന്നില്ല, ഇത് അത്രയും തിരക്കായിരുന്നു. പൊറോട്ടയും കടലക്കറിയും ചെറുപയർ കറിയൊക്കെ വാങ്ങിച്ചു. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.